വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാരണ്ടി പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന ടോപ്പിക് തന്നെയാണ്. എന്നാൽ തികച്ചും കഴിഞ്ഞ ടോപ്പിക്കിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. വൺ പാർട്ട്ണർ ബിയേഴ്സ് ദ ഡെഫിഷ്യൻസി, അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. ഇമ്പോർട്ടൻ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്, വൺ പാർട്ട്ണർ ബിയേഴ്സ് ദ ഡെഫിഷ്യൻസി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ പാർട്ട്നേഴ്സും, അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മുഴുവൻ പാർട്ട്നേഴ്സും ആ ഡെഫിഷ്യൻസി ബിയർ ചെയ്തിട്ട് നൽകണം. എത്ര എമൗണ്ടിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ടോ അത് മുഴുവൻ ആളുകളും ആർക്ക് നൽകാണ്? നമ്മളെ ഇൻകമിങ് പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ന്യൂ പാർട്ട്ണർക്ക് നൽകണം. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യാസമാണ് ഈ പ്രോബ്ലം. വൺ പാർട്ട്ണർ ബിയർ ദ ഡെഫിഷ്യൻസി. ഇതിലൊരു പാർട്ട്ണറാണ് മുഴുവൻ ഡെഫിഷ്യൻസിയും ബിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കിരൺ ആൻഡ് ലൈജു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 2:1. They admitted Mohan with 1/4 share in future profit with a guaranteed amount of rupees 50,000. Okay. Kiran undertook to meet the liability arising out of the guaranteed amount to Mohan. The profit sharing ratio between them agreed to be 2:1:1. The firm made a total profit of rupees 1,52,000 for the year ended 31st December 2015. Prepare the profit and loss appropriation account showing the distribution among the partners. ഇവിടെ ക്വസ്റ്റ്യനിൽ കിരണും ലൈജും പാർട്ട്നേഴ്സാണ്. അവരുടെ റേഷ്യോ ഓൾഡ് റേഷ്യോ ആണ് 2:1. അവർ മോഹനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് 1/4 ഷെയർ നൽകിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അതിനോടുകൂടെ പറയുന്നുണ്ട് ഗ്യാരണ്ടീഡ് എമൗണ്ട് ഓഫ് rupees 50,000. ഓക്കെ, ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 50,000 രൂപയാണ്. കിരൺ അണ്ടർടുക്ക് ടു മീറ്റ് ദ ലയബിലിറ്റി, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കിരണാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ടു മീറ്റ് ദ ലയബിലിറ്റി അറൈസിങ് ഔട്ട് ഓഫ് ദ ഗ്യാരണ്ടീഡ് എമൗണ്ട്. കിരണാണ് നമ്മുടെ മുഴുവൻ ലയബിലിറ്റിയും മീറ്റ് ചെയ്യുന്നത്. അതായത് ഗ്യാരണ്ടീഡ് എമൗണ്ടിൽ എന്തെങ്കിലും ഷോർട്ടേജ് മോഹൻക്ക് കൊടുക്കേണ്ടി വന്നാൽ ആ എമൗണ്ട് മീറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കിരണാണ്. ഓക്കെ, ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ ദം അഗ്രീഡ് ടു 2:1:1. ദ ഫേം മെയ്ഡ് ടോട്ടൽ പ്രോഫിറ്റ് 1,52,000. ഓക്കെ, നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ എങ്ങനെയാണ് ഇത് ഷോ ചെയ്യിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ 3 പാർട്ട്നേഴ്സാണ് നമുക്കുള്ളത്. കിരണും അതേപോലെ തന്നെ നമ്മുടെ ലൈജുവും അതേപോലെ തന്നെ നമ്മുടെ മോഹനാണ് നമ്മളെ ന്യൂ പാർട്ട്ണർ. അപ്പോൾ നമുക്ക് മോഹന് ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുക്കാനുണ്ടോ എന്ന് നോക്കാം. സിൻസ് ദ guaranteed amount to Mohan, since the guaranteed amount to Mohan is equal to 50,000. 50,000 ആണ് നമ്മളെ മോഹനോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോഹൻ്റെ ഷെയർ നോക്കാം. മോഹൻ ഷെയർ 1,52,000 ആണ് നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 1/4. നമ്മളെ റേഷ്യോ എത്രയാണ്? 2:1:1. 2 + 1 = 3 + 1 = 4 അല്ലേ? 2 + 1 ഇതാ നോക്കൂ 4 അല്ലേ? അപ്പോൾ 4/2 ഭാഗം നമ്മുടെ കിരണിന്, 4/1 ഭാഗം നമ്മുടെ ലൈജുവിന്, 4/1 ഭാഗം നമ്മുടെ മോഹന്. ഓക്കെ, അറിയാലോ. അപ്പോൾ മോഹൻ്റെ ഷെയർ നോക്കാം. 1,52,000 × 1/4 = 38,000. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 38,000 ആണ് വരിക. അപ്പോൾ ഈ 38,000 പോരാ. ഇയാളോട് നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ട്? ഗ്യാരണ്ടീഡ് എമൗണ്ട് എത്രയാണ്? നമ്മൾ പറഞ്ഞിട്ടുള്ള എമൗണ്ട് എത്രയാണ്? അതായത് 50,000 ആണ്. ദെർഫോർ 50,000 മൈനസ് 38,000. എത്ര രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്? 12,000ൻ്റെ ഷോർട്ടേജ് ഉണ്ട് നമ്മുടെ മോഹൻക്ക് നൽകേണ്ടത്. മോഹനോട് 50,000 രൂപ കൊടുത്തോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അയാൾക്ക് ശരിക്കും ഷെയർ എത്ര ഉള്ളൂ? 1,52,000 നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 38,000 അയാൾക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷേ അയാളോട് 50,000 തികച്ചും തന്നോളാം എന്നുള്ള ഗ്യാരണ്ടി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ 50,000-ൽ നിന്നും 38,000 മൈനസ് ചെയ്തപ്പോൾ 12,000 കിട്ടി. ഈ 12,000 രൂപ ഷോർട്ടേജാണ്. ഈ 12,000 ആര് നൽകണം? നമ്മുടെ കിരണ് നൽകണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് മുഴുവനായിട്ടാണ് നൽകിയത്. എന്നാൽ ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണ്? ഒരാളാണ് ആ ഡെഫിഷ്യൻസി ബിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 12,000 ആര് നൽകണം? നമ്മുടെ കിരൺ നൽകണം. അപ്പോൾ മോഹൻ്റെ ഷെയർ 38,000 വരുന്നുള്ളൂ. 12,000 രൂപ ഷോർട്ടേജ് ഉണ്ട്. ഇത് ആര് നൽകും? നമ്മുടെ കിരൺ നൽകും. അപ്പോൾ നമുക്ക് നോക്കാം. കിരൺസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്
1,52,000 into 2/4. 1,52,000 into 2/4 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. 76,000, അതായത് 76,000 വരിക. അപ്പോൾ ആര് നൽകും ഇവിടെ കോൺട്രിബ്യൂഷൻ? ലെസ് കിരണാണ് കോൺട്രിബ്യൂഷൻ നൽകുന്നത്. ലെസ് കോൺട്രിബ്യൂഷൻ ടു മോഹൻ. മോഹന് നൽകേണ്ട കോൺട്രിബ്യൂഷൻ നോക്കാം. 76,000 മൈനസ് 12,000. 12,000 മുഴുവനായിട്ടും ആരാണ് നൽകുന്നത്? നമ്മുടെ കിരണാണ് നൽകുന്നത്. 64,000 അപ്പോൾ ആർക്ക് വരുന്നുള്ളൂ? നമ്മുടെ കിരൺക്ക് വരുന്നുള്ളൂ. ബാക്കി 12,000 ആർക്ക് നൽകി? നമ്മുടെ മോഹൻക്ക് നൽകി. ഓക്കെ, അപ്പോൾ പിന്നെന്താണ് ഇവിടെ 50,000 ആർക്ക് തികച്ചു കൊടുക്കണം? 38,000 പ്ലസ് 12,000 ഇസ് ഈക്വൽ ടു 50,000 ആർക്ക് നൽകണം? നമ്മുടെ മോഹന് നൽകണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ലൈജു അവിടെ വെറുതെ ഇരിക്കുകയാണ്. ലൈജുവിനുള്ളതും കൂടി കൊടുക്കുക. ലൈജൂസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ലൈജൂസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് 1,52,000 ആണ്. ഡിവൈഡഡ് ബൈ 1/4 38,000. ഇത്ര ചെയ്യാനുള്ളൂ. കാരണം ഫസ്റ്റ് നമ്മളെ മോഹൻ്റെ ഷെയർ നോക്കി. 1,52,000 ഇൻറ്റു 1/4 38,000 ആണ്. അയാൾക്ക് 38,000 പോരാ. അയാൾക്ക് നമ്മൾ എത്ര കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്? 50,000 കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 50,000. അപ്പോൾ എത്ര രൂപയുടെ ഷോർട്ടേജ് വന്നു? 12,000. ഈ 12,000 ആര് നൽകും? നമ്മുടെ കിരണ് നൽകും. അപ്പോൾ കിരണ് ശരിക്കും കിട്ടേണ്ട പ്രോഫിറ്റ് 1,52,000 ഇൻറ്റു 2/4 ആണ്. 76,000 ആണ്. പക്ഷെ അതിൽ നിന്നും 12,000 ആർക്ക് നൽകണം? നമ്മുടെ മോഹന് നൽകണം. അപ്പോൾ കിരണ് ഇനി എത്ര ഉള്ളൂ? 64,000 ഉള്ളൂ. 76,000 മൈനസ് 12,000 ഇസ് ഈക്വൽ ടു 64,000. അപ്പോൾ നമ്മുടെ 38,000 കൂടെ 12,000 ആര് നൽകി? നമ്മുടെ കിരണ് നമ്മളെ മോഹൻക്ക് നൽകി. ഇനി നമ്മൾ ചെയ്യാണ് ലൈജു ഷെയർ ഓഫ് പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു അയാളുടെ ഷെയർ 1,52,000 ഇൻറ്റു 1/4 38,000. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഷോ ചെയ്യുന്നതെന്ന് നോക്കാം. അവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ കൊടുക്കുക. പാർട്ടിക്കുലേഴ്സ് റുപ്പീസ്, പാർട്ടിക്കുലേഴ്സ് റുപ്പീസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രോഫിറ്റ് കൊടുക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 1,52,000. ഓക്കെ, ഇനി 3 പേരുടെയും എമൗണ്ട് ആണ് കൊടുക്കുക. ഇവിടെ കിരണാണ്, കിരൺസ് ക്യാപിറ്റൽ. അതേപോലെ തന്നെ നമ്മുടെ ലൈജൂസ് ക്യാപിറ്റൽ. അതേപോലെ തന്നെ നമ്മളെ മോഹൻസ് ക്യാപിറ്റൽ. ഓക്കെ, നമ്മൾ 3 പേരുടെയും എമൗണ്ട് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കിരണിന് 64,000 ആണ്. നമ്മുടെ ലൈജുവിന് 38,000 ആണ്. അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് മോഹന് ഗ്യാരണ്ടി പറഞ്ഞ എമൗണ്ട് 50,000 അങ്ങോട്ട് നൽകുക. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ കറക്റ്റായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1,52,000 ആൻഡ് ദെൻ 1,52,000. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. 1,52,000 കിരണിൻ്റെ ക്യാപിറ്റലും ലൈജുവിൻ്റെ ക്യാപിറ്റലും മോഹൻ്റെ ക്യാപിറ്റലും നമ്മൾ കണ്ടെത്തിയതാണ്. കിരണിൻ്റെ ക്യാപിറ്റൽ 64,000 ആണ്. ശരിക്കും അയാൾക്ക് 76,000 ആയിരുന്നു. അതിൽ നിന്നും 12,000 നമ്മൾ ആർക്ക് നൽകി? നമ്മുടെ മോഹന് നൽകി. പിന്നെ ലൈജുവിന് 1,52,000 ഇൻറ്റു 1/4 38,000 വരുന്നുള്ളൂ. അത് അയാൾക്ക് നേരിട്ട് നൽകി. അയാൾ ഡെഫിഷ്യൻസി ബിയർ ചെയ്യുന്നില്ലല്ലോ. പിന്നെ മോഹന് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള 50,000 രൂപയും നൽകി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ.